എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സീ ഫുഡ് സൂപ്പാണ്. നമ്മൾ നടക്കുന്നത് ഷ്രിംപ് സൂപ്പാണ്. അതായത് ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അധികം താമസിയാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കൊഞ്ചാണ്. ഇത് ഫ്രോസൺ ആയിട്ട് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന കൊഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, ക്യാരറ്റ്സ്, അതുപോലെ ബ്രൊക്കോളി, ക്യാപ്സിക്കം, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 2 ടീസ്പൂൺ ബട്ടറിലേക്ക് ഈ ഷ്രിംപ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്ന ബട്ടറിൽ കുറച്ച് ഉപ്പുള്ളതായിരുന്നു, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ അത് കോരി മാറ്റിയതിന് ശേഷം ഇതേ ഓയിലാണ് നമ്മളിനി സൂപ്പ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് മിൻസ് ചെയ്തതാണ്, നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ആനിയൻ്റെ വൈറ്റും അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവ് കൂടുതലുള്ള ക്യാരറ്റ്സ് ആണ് ആദ്യം ചേർക്കുന്നത്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അടച്ചു വെച്ച് ആ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കുക. ക്യാരറ്റ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കത്തിന് അധികം വേവില്ല. അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസും പിന്നെ കുറച്ച് കോണും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനും അധികം വേവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാനിവിടെ കുറച്ച് സ്മോക്ഡ് പാപ്രിക്ക ചേർക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു സ്മോക്ഡ് ടേസ്റ്റുള്ളൊരു മുളക് പൊടിയാണ്. അധികം എരിവില്ല, അധികം നല്ല ഒട്ടും തന്നെ എരിവില്ല. ഇനി നല്ലൊരു പുളിപ്പും ഒരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു സീ ഫുഡ് സൂപ്പാണല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ 2-3 ടീസ്പൂൺ ഫിഷ് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ളൊരു 4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നമുക്ക് എത്രയാണോ സൂപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. ഉപ്പ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ക്രീമും കൂടെ ചേർക്കാം. ക്രീം ചേർക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ഏറ്റവും അവസാനം ചേർത്താലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്തത്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സൂപ്പ് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2-3 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു കാര്യം ചേർക്കാനായിട്ട് ഉണ്ട്, അത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിക്ക് അധികം വേവില്ല, അതുകൊണ്ട് ഏറ്റവും അവസാനം ഇത് തിളച്ചിട്ടാണ് നമ്മൾ ബ്രൊക്കോളി ഇതിലേക്ക് ചേർക്കുന്നത്. ബ്രൊക്കോളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ ഫ്ലേവറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ആ ഒരു ഷ്രിംപ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഷ്രിംപ് വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇനി എന്തെങ്കിലും വേവാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്ന് അത് വെന്തോളും. നല്ല ടേസ്റ്റുള്ളൊരു സൂപ്പാണ്. അപ്പോൾ ഇതും ടോസ്റ്റഡ് ബ്രെഡും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. വയറ് നന്നായിട്ട് നിറയുകയും ചെയ്യും. ഇതിൽ ഒരുപാട് ഗുണങ്ങളുള്ള പച്ചക്കറികളും ഒക്കെ ഉണ്ട്. അപ്പം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.